ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഫിഷ് കറിയാണ്. നമ്മൾ ഫിഷ് മോളി ഉണ്ടാക്കുന്ന അതേ രൂപത്തിൽ തന്നെ പക്ഷെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ. നമ്മുടെ ദോശ, പത്തിരി ഇതിൻ്റെയെല്ലാം കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടാം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു മസാല നമ്മുടെ ഫിഷിലേക്ക് നമുക്ക് തേച്ച് പിടിപ്പിക്കണം. ഞാനിവിടെ അയക്കൂറ മീനാണ് എടുത്തത്. നെയ്മീൻ എന്നും പറയും ചില സ്ഥലങ്ങളിലെല്ലാം. ഇത് വലിയൊരു അയക്കൂറ മീനാണ്. അപ്പോൾ ഒന്നിനെ തന്നെ ഞാൻ 4 ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത്രയും വലിപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഒറ്റൊന്നേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ആവശ്യത്തിനുള്ള എടുക്കുക. ഇനി ഈ പീസസിൽ 4 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ 4 പീസിൽ നമുക്ക് നല്ലോണം മസാല പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇത് ഒരു 20 മിനിറ്റ്, അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ് എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. എത്ര കൂടുതൽ വെച്ചാൽ അത്രയും നല്ലത്. ഞാനിതിവിടെ 20 മിനിറ്റോളം വെക്കുന്നുണ്ട്. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. കാരണം സൺഫ്ലവർ ഓയിൽ എടുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ 20 മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷാണിത്. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും കൂടി നമ്മൾ വേവിച്ചെടുക്കും. അപ്പോൾ ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ മാത്രം ചെയ്താൽ മതി. ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ ഭാഗം ഇട്ട് കൊടുക്കാം. ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗം കൂടി ഒരു ഷാലോ ഫ്രൈ ആയാൽ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ നമ്മുടെ 2 ഭാഗവും ഏകദേശം ജസ്റ്റ് ഒന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഈ ഓയിൽ നിന്നും മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഫിഷ് കംപ്ലീറ്റ് ഈ ഓയിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇനി ഈ സെയിം വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 5 വെളുത്തുള്ളിയും മീഡിയം സൈസ് ഇഞ്ചിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും. ഇതെല്ലാം കൂടി ഈ ഓയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റുക. പിന്നെ 1 കപ്പോളം സവാള ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 4 പച്ചമുളക്, 4 എരിവുള്ള പച്ചമുളക് തന്നെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സവാള ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുക, കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കുക. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സവാള നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് വഴറ്റണം. അതിന് ജസ്റ്റ് ഇതൊന്ന് അടച്ചു വെക്കാം നമുക്ക്. അപ്പം തന്നെ നമ്മുടെ സവാള ഒന്ന് അടിഞ്ഞ് കിട്ടിക്കോളും. ഒരു 2 മിനിറ്റ് വേണ്ട, അതിൻ്റെ ഉള്ളിൽ തന്നെ അത് റെഡിയാവും. അപ്പോൾ ഇതാ നമ്മുടെ സവാള പിന്നെ ഏകദേശം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്ര മതി, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ നമ്മൾ ഇതിൽ മെയിനായിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവ് മാത്രമേ ഇതിലുള്ളൂ, നമ്മൾ മുളക് പൊടി ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഇനി ഈ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കണം. തേങ്ങയുടെ 1ാം പാൽ മാറ്റി വെച്ചതിന് ശേഷം തേങ്ങയുടെ 2ാം പാൽ എടുത്തിട്ട്, തേങ്ങയുടെ 2ാം പാൽ ഒരു 1.5 കപ്പോളം ഉണ്ടാവും. ഇത് നല്ലവണ്ണം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ 2ാം പാലൊന്ന് തിളച്ച് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് തിളക്കും. പെട്ടെന്ന് തന്നെ തിളച്ചിട്ടു. ആ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. 2ാം പാൽ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മീൻ പൊട്ടിപ്പോവാത്ത രീതിയിൽ മെല്ലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫിഷ് പെട്ടെന്ന് തന്നെ നുറുങ്ങിപ്പോകുന്ന അറിയാലോ, അതുകൊണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ തേങ്ങാപ്പാലിലേക്ക് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതാ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇനി ഈ ഫിഷ് മെല്ലെ പൊട്ടിപ്പോവാത്ത രീതിയിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ അപ്പുറത്തെ സൈഡ് കൂടി ജസ്റ്റ് ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ 20 കാഷ്യൂ നട്ട്സോളം അരച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതെന്തായാലും ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇതിൽ നല്ല ടേസ്റ്റും ഗ്രേവിക്ക് നല്ലൊരു
തിക്നെസ്സും ഉണ്ടാവും. പിന്നെ 1 കപ്പ് തേങ്ങയുടെ 1/4 പാല് ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെമ്പൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. സ്പൂണിട്ട് ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോവും. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവസാനമായി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ 1/4 പാല് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റിന് ശേഷം പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്